വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. പൗരത്വം. ആരാണ് സിറ്റിസൺ, അല്ലെങ്കിൽ എന്താണ് സിറ്റിസൺഷിപ്പ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയപരമായ അവകാശങ്ങൾ കിട്ടുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിറ്റിസൺ. എന്താണ് ഈ രാഷ്ട്രീയപരമായ അവകാശങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്? റൈറ്റ് ടു വോട്ട്, അല്ലേ? വോട്ട് ചെയ്യാനുള്ള അവകാശം. റൈറ്റ് ടു കണ്ടസ്റ്റ് ദ ഇലക്ഷൻസിൽ മത്സരിക്കാനുള്ള അവകാശം. അല്ലെങ്കിൽ എന്താണ്? ഗവൺമെൻറ് ജോലി ചെയ്യാനുള്ള അവകാശം. ഇത്തരം അവകാശങ്ങൾ ഒരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഇത് ദ സിറ്റിസൺ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് സിറ്റിസൺഷിപ്പിൽ? അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത്? ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റാം. എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു സോവറിൻ സ്റ്റേറ്റിൽ, അല്ലേ, പരമാധികാരമുള്ള രാജ്യത്തെ ഒരു ലീഗൽ മെമ്പറാണ് എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് ഏത് എന്ന് വിളിക്കുന്നത്? സിറ്റിസൺഷിപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു രാജ്യത്ത് എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാം? ഫോർ എക്സാമ്പിൾ, ഇന്ത്യ എന്നുള്ള രാജ്യത്ത് എങ്ങനെയെല്ലാം സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം സിറ്റിസൺഷിപ്പ് നഷ്ടമാകും? ഇതെവിടെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ആരാണ് സിറ്റിസൺ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അന്നും ഇന്ത്യ പാകിസ്ഥാൻ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഭരണഘടന ഒരിക്കലും ആരാണ് സിറ്റിസൺ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അവകാശം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുന്നു. പിന്നീട് ഇന്ത്യൻ പാർലമെൻറ്റാണ് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കുന്നത്. ആ സിറ്റിസൺഷിപ്പ് ആക്ടിലൂടെയാണ് ആരാണ് ഇന്ത്യയിലെ സിറ്റിസൺ എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ സിറ്റിസൺ ആവാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാകുക എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നമുക്കറിയാം സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പോലെ തന്നെയാണ്. അതായത് എന്താണ്? ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരുടെ കാര്യമാണ് ഏത്? അവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണ് എന്നുള്ളത്. നമുക്ക് അവിടെ നിന്നല്ല നോക്കാനുള്ളത്. നമുക്ക് നോക്കാനുള്ള അടുത്ത പോയിന്റ് മുതലാണ് എങ്ങനെയൊക്കെ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാം. സിറ്റിസൺഷിപ്പ് ആക്ട് പറയുന്ന ഒന്നാമത്തെ പോയിന്റാണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. ജന്മസിദ്ധമായ പൗരത്വമാണ്. എന്താണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് വിളിക്കുന്നത്? ഉദാഹരണമായിട്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണെങ്കിൽ ഞാനും ഇന്ത്യക്കാരനാണ്. ഓക്കെ, എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരനാണെങ്കിൽ ഞാനും ഇന്ത്യക്കാരനാണ്. അല്ല, എൻ്റെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യക്കാരനാണെങ്കിലും എന്താണ്? ഞാൻ ഇന്ത്യക്കാരനാണ്. ഇനി ഒരു വ്യക്തി ഇന്ത്യക്കാരനും ഒരു വ്യക്തി ഇല്ലീഗൽ എമിഗ്രൻറ്റുമാണെങ്കിൽ ഞാൻ എന്തല്ല? ഇന്ത്യക്കാരനല്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യക്കാരനാണ്, മറ്റ് വ്യക്തി വിദേശിയാണ്. പക്ഷേ ഇന്ത്യയിലിരിക്കുന്ന അവരുടെ പാസ്പോർട്ടിൻ്റെയോ വിസയുടെയോ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യില്ല? സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ഇതാണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും ഇന്ത്യക്കാരനാണെങ്കിൽ ആ വ്യക്തികൾക്ക് ജനിക്കുന്ന കുഞ്ഞും എന്തായി മാറും? ഇന്ത്യക്കാരനായി മാറും. 2, അച്ഛനോ അമ്മയോ ഇന്ത്യക്കാരനാണെങ്കിലും ആ കുട്ടിക്ക് എന്ത് ചെയ്യും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താവാൻ പാടില്ല? ഇല്ലീഗൽ എമിഗ്രൻ്റ് ആവാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ക്ലിയർ? ആൻഡ് രണ്ടാമത്തെ മെത്തേഡാണ് സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ്. എന്താണ് ഈ സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നാളെ IFS ആയിട്ട് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ജോലി കിട്ടുന്നു എന്ന് വയ്ക്കുക. നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് വയ്ക്കുക. ഭാര്യയും ഭർത്താവും അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് വയ്ക്കുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്നു? ജനിക്കുന്നു എന്ന് വയ്ക്കുക. ആ കുഞ്ഞിന് ഏത് സിറ്റിസൺഷിപ്പ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് 2 സിറ്റിസൺഷിപ്പ് കിട്ടും. ഒന്ന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പും ഒന്ന് അമേരിക്കൻ സിറ്റിസൺഷിപ്പും. അതായത് ഇന്ത്യയിലെ നിയമം എന്ന് വിളിക്കുന്നതാണ് ജസ് സാങ്ക്വനീസ്. അതായത് ഇന്ത്യൻ ബ്ലഡിൽ ജനിച്ചതുകൊണ്ട്, ജസ് സാങ്ക്വനീസ് എന്ന വാക്കിൻ്റെ അർത്ഥം ബൈ ബ്ലഡ് എന്നാണ്.
ഇന്ത്യക്കാരൻ്റെ ബ്ലഡിൽ ജനിച്ചതുകൊണ്ട് ആ കുഞ്ഞെന്താണ്, ഇന്ത്യക്കാരനാണ്. പക്ഷെ അമേരിക്ക ഫോളോ ചെയ്യുന്ന നിയമം എന്ന് വിളിക്കുന്നത് ജസ് സോളിയാണ്. എന്താണ് ജസ് സോളി? ദ ലോ ഓഫ് സോയിൽ, മണ്ണിൻ്റെ നിയമമാണ്. അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് ആ വ്യക്തി അമേരിക്കക്കാരനാണ്. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും? അറ്റ് എ സെയിം ടൈം 2 സിറ്റിസൺഷിപ്പ് ഉണ്ടാവും. പക്ഷെ 2 സിറ്റിസൺഷിപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുക? ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എന്ത് ചെയ്യാം? കയ്യിൽ വയ്ക്കാം. ഒന്നെങ്കിൽ ഇന്ത്യയുടെ വയ്ക്കാം, അല്ലെങ്കിൽ അമേരിക്കയുടെ വയ്ക്കാം. ഇനി ആ കുട്ടിക്ക് എന്നാണോ 18 വയസ്സ് പൂർത്തിയാവുന്നത്, 18 വയസ്സ് പൂർത്തി 6 മാസത്തിൻ്റെ ഉള്ളിൽ, 6 മാസമാണ് സമയം, 6 മാസത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടിക്ക് തീരുമാനിക്കാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണോ അതോ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് വേണോ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇത് സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ ആ 6 മാസത്തിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന് തീരുമാനിക്കാം ആ കുട്ടിക്ക് ഏത് വേണം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണോ അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് വേണമോ എന്നുള്ള കാര്യം. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഏത്? സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. എന്താണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വിദേശിയാണ് എന്ന് വയ്ക്കുക. ഞാൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ 7 കൊല്ലം ഞാൻ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, ഓക്കെ, 7 കൊല്ലം ഞാൻ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ 5 കൊല്ലമെങ്കിലും ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, 7 കൊല്ലം ഞാൻ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ 5 കൊല്ലമെങ്കിലും ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സംശയം വരും, എന്താണ് ഈ 7 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്താണ് 5 കൊല്ലം ഇന്ത്യയിൽ ഉണ്ടാവുക? എന്താണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ താമസിക്കുന്നു എന്ന് വയ്ക്കുക, എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ല. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അവിടെ താമസിക്കുകയാണ്, ഇന്ത്യയിൽ താമസിക്കുകയാണ്. ചിലപ്പോൾ ഈ 7 കൊല്ലം താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ടൂറിന് പോകും. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ ഇന്ത്യയുടെ പുറത്തേക്ക് പോകും, അല്ലേ? അതാണ് പറയുന്നത്, ഒരു വ്യക്തി 7 കൊല്ലം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ 5 കൊല്ലമെങ്കിലും ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ വഴി എന്തിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്? സിറ്റിസൺഷിപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് എത്രാമത്തെ മെത്തേഡ് എന്ന് വിളിക്കുന്നത്? 4ാമത്തെ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഇത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ. എന്താണ് ഈ സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്ന സിറ്റിസൺഷിപ്പാണ്. എന്താണ് ഈ അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്ന സിറ്റിസൺഷിപ്പ്? സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഫിലോസഫി തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരായി നിൽക്കുന്ന വ്യക്തികൾക്ക് അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്ന സിറ്റിസൺഷിപ്പാണ് ഇത് ഈ നാച്ചുറലൈസേഷൻ. ലൈക്ക് മദർ തെരേസയ്ക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് കണ്ടീഷൻ? നാച്ചുറലൈസേഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 12 കൊല്ലം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ 10 കൊല്ലമെങ്കിലും എവിടെ ഉണ്ടായിട്ടുണ്ടാവണം? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, എന്താണ് 12 കൊല്ലം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തി 10 കൊല്ലമെങ്കിലും എവിടെ ഉണ്ടായിട്ടുണ്ടാവണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്താണ് 1ാമത്തെ കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. 2, നമുക്കറിയാം ഇന്ത്യയിൽ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഷെഡ്യൂൾ പ്രകാരം എന്താണ് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത്, അല്ല? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. ഈ ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. കൂടാതെ ഇങ്ങനെ നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് കിട്ടുന്ന സമയത്ത് ഒരു ഓത്ത് ആൻഡ് അഫർമേഷൻ, ഒരു സത്യപ്രതിജ്ഞ എന്ത് ചെയ്യണം? അവരെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ 3 കണ്ടീഷൻസാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, ഇന്ത്യയിൽ 12 കൊല്ലം ജീവിക്കുമ്പോൾ 10 കൊല്ലമെങ്കിലും എവിടെ ഉണ്ടായിട്ടുണ്ടാവണം? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവണം. 2, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. കണ്ടീഷൻ നമ്പർ 3, ഈ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന സമയത്ത് ഓത്ത് ഓർ അഫർമേഷൻ, ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ത് ചെയ്യണം? അവർ എടുത്തിരിക്കണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നാച്ചുറലൈസേഷൻ വഴി ഒരു വ്യക്തിക്ക് എന്ത് കിട്ടുള്ളൂ? ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ? ഇനി പിന്നെ വരുന്ന മെത്തേഡാണ് ഇത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2015 ഇന്ത്യ ബംഗ്ലാദേശ് എഗ്രിമെൻറ്റ് വരുന്നത്. ഓക്കെ, 2015 നമ്മൾ എന്താ ഒപ്പിടുന്നത്? ഇന്ത്യ ബംഗ്ലാദേശ് എഗ്രിമെൻറ്റ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 100ാമത്തെ അമെൻമെൻറ്റ് ആക്ട് ആയിരുന്നു.
അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ രാജ്യം ഇപ്പോൾ ഇന്ത്യ ആണെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഇന്ത്യ. ഇതാണ് ഇന്ത്യയുടെ ബൗണ്ടറി, ഇങ്ങനെയാണെന്ന് വയ്ക്കുക. ഇപ്പുറത്തേതാണ് ബംഗ്ലാദേശാണെന്ന് വയ്ക്കുക. ഓക്കെ, 2015 അവർക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം പണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാനായിരുന്നു. ഇന്ത്യയിലെ ഒരുപാട് വ്യക്തികൾ പലായനത്തിൻ്റെ സമയത്ത് എങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശിൽ പെട്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ ഒരുപാട് വ്യക്തികൾ എവിടെ പെട്ടുപോയിട്ടുണ്ട്, ഇന്ത്യയിലും പെട്ടുപോയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ സിറ്റിസൺസിനെ പരസ്പരം എന്ത് ചെയ്യുക, ബംഗ്ലാദേശിലെ ആളുകൾ അവരെ ബംഗ്ലാദേശിലേക്കും ഇന്ത്യയിലെ ആളുകളെ എങ്ങോട്ടും വിടുക, ഇന്ത്യയിലേക്കും വിടുക. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരെന്ത് ചെയ്തു, 100ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ ലാൻഡ് ബൗണ്ടറി എന്ത് ചെയ്തു, ഒന്ന് മാറ്റി വെച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഓക്കെ, ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, അവർ ലാൻഡ് ബൗണ്ടറി എന്ത് ചെയ്യുന്നു, ഒന്ന് മാറ്റി വയ്ക്കുന്നു. ഉദാഹരണമായിട്ട് പണ്ട് ലാൻഡ് ബൗണ്ടറി ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് ചെയ്തു, ബംഗ്ലാദേശിൻ്റെ ഇത്രയും സ്ഥലം ഇന്ത്യക്കും അവിടുന്ന് ഇത്രയും സ്ഥലം ആർക്കും കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഇത് മുമ്പ് ഇന്ത്യയുടെ സ്ഥലമായിരുന്നെങ്കിൽ ഈ ഇന്ത്യയുടെ സ്ഥലം ബംഗ്ലാദേശിന് കൊടുക്കും. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ കുറച്ച് സ്ഥലം എന്ത് ചെയ്യും, ഇന്ത്യക്ക് തരും. അപ്പോൾ മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ ബൗണ്ടറി. ഇത് അവരെന്ത് ചെയ്തു, നേരെ എന്ത് ചെയ്തു, മാറ്റി വെച്ചു. ഫോർ എക്സാമ്പിൾ അതിനെ എന്ത് ചെയ്തു, ഇങ്ങനെയാക്കി. ഓക്കെ, പരസ്പരം എന്ത് ചെയ്തു, സ്ഥലങ്ങളെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥലങ്ങളെ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു, ടെറിട്ടറിയെ ട്രാൻസ്ഫർ ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഓക്കെ, എന്താണ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പോൾ ഏതൊക്കെ രീതിയിൽ സിറ്റിസൺഷിപ്പ് കിട്ടാം, 1955 നിയമപ്രകാരം 5 രീതിയിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. ഏതൊക്കെയാണ്, ബൈ ബർത്ത്, ബൈ ഡിസെൻഡ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അങ്ങനെ 5 രീതിയിൽ എന്ത് ചെയ്യാം, സിറ്റിസൺഷിപ്പ് കിട്ടാം എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഈ നിയമപ്രകാരം ഏതൊക്കെ രീതിയിൽ സിറ്റിസൺഷിപ്പ് നഷ്ടമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഏത് എന്ന് വിളിക്കുന്നത്, റിനൻസിയേഷൻ അഥവാ പരിത്യാഗം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു എന്ന് വയ്ക്കുക, ലൈക്ക് കാനഡ, അമേരിക്ക, എനിത്തിങ് എക്സെട്ര. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് അമേരിക്കയിൽ ജീവിച്ചാൽ മതി, ഇനി ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യണ്ട, തിരിച്ചു പോകേണ്ട. ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ എംബസിയിൽ ചെന്ന് എൻ്റെ പാസ്പോർട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു എനിക്കിനി മുതൽ എന്ത് ചെയ്യേണ്ട, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട, ഞാൻ എന്ത് ചെയ്യണം, അമേരിക്കൻ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാൻ പോവാണ്. ദിസ് ഈസ് റിനൻസിയേഷൻ. പക്ഷേ ശ്രദ്ധിക്കണം, ഈ റിനൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞുണ്ട്, അവന് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ്റെ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യും, നഷ്ടമാകും. അതായത് നമുക്ക് താഴെ മൈനറായൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും, ആ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. പക്ഷേ ഭാവിയിൽ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം, ആ സിറ്റിസൺഷിപ്പ് തിരിച്ചെടുക്കാം. നമുക്കും ഭാവിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. ഇതാണ് റിനൻസിയേഷൻ്റെ പ്രത്യേകത. 2 എന്ന് വിളിക്കുന്നത് ടെർമിനേഷനാണ്. ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുക, റദ്ദാക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതുപോലെ തന്നെ പുറമേ ഒരു രാജ്യത്തേക്ക് പോകുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, അവിടുത്തെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ അവിടുത്തെ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച വിവരം ആർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നില്ല. പക്ഷേ പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലാവുന്നു ഞാൻ എന്ത് ചെയ്യുന്നു, ആ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചു എന്ന്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ സിറ്റിസൺഷിപ്പിനെ പൂർണ്ണമായിട്ടും ആര് വേണ്ട എന്ന് വയ്ക്കും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വേണ്ട എന്ന് വയ്ക്കും. ഇതാണ് ഏത്, ടെർമിനേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിനൻസിയേഷൻ്റെയും ടെർമിനേഷൻ്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഏതിൻ്റെ പ്രത്യേകതയാണ്, റിനൻസിയേഷൻ്റെയും ടെർമിനേഷൻ്റെയും പ്രത്യേകതയാണ്. പിന്നെ വരുന്നതാണ് ഇത് ഡിപ്രൈവേഷൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രൈവേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്ത്യൻ പൗരനല്ല, പക്ഷേ പിന്നീട് ഇന്ത്യയിൽ വന്ന് താമസിക്കുകയും രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു എന്ന് വയ്ക്കാം. പക്ഷേ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്തത് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആണെന്ന് വയ്ക്കുക. എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ കൊടുത്തതെന്ന് വയ്ക്കാം. ഈ ഞാൻ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഫേക്ക് ആണ് എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എൻ്റെ സിറ്റിസൺഷിപ്പ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ഡിപ്രൈവേഷൻ. പക്ഷേ ഇത് റിനൻസിയേഷനും ടെർമിനേഷനും പോലെയല്ല, ഇത് കമ്പൽസറി ടെർമിനേഷനാണ്. പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഡിപ്രൈവേഷൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ 1955 നിയമപ്രകാരം
എത്ര രീതിയിൽ സിറ്റിസൺഷിപ്പ് നഷ്ടമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 രീതിയിൽ സിറ്റിസൺഷിപ്പ് നഷ്ടമാകും. ഏതൊക്കെയാണ്? 1 എന്ന് വിളിക്കുന്ന ഏതാണ്? റിനൗൺസിയേഷനാണ്. 2 എന്ന് വിളിക്കുന്ന ഏതാണ്? ടെർമിനേഷനാണ്. ആൻഡ് 3 എന്ന് വിളിക്കുന്ന ഏതാണ്? ഡിപ്രൈവേഷനാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എത്ര രീതിയിൽ നഷ്ടമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 3 രീതിയിൽ എന്ത് ചെയ്യും? നഷ്ടമാകും. ഇനി ചിലപ്പോൾ ചോദിക്കാം, ഈ 1955 നിലവിൽ വന്ന ഈ നിയമം, നമ്മൾ പറഞ്ഞു ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലല്ല ഈ നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത്, സിറ്റിസൺഷിപ്പ് ആക്ട് 1955 1955 വന്ന ഈ നിയമം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര തവണ അമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 തവണയാണ് ഇത് ഭേദഗതി ചെയ്തത്. അതിൽ ഒന്നാമത്തെ ഭേദഗതി വരുന്നത് 1986 രണ്ടാമത്തെ ഭേദഗതി വരുന്നത് എപ്പോഴാണ്? 1992 മൂന്നാമത്തെ ഭേദഗതി എപ്പോഴാണ് വരുന്നത്? 2003 ആൻഡ് നാലാമത്തെ 2005 ആൻഡ് 2015 2019 ഇങ്ങനെയാണ് വരുന്നതായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 6 തവണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഭേദഗതി ചെയ്യുന്നത്. ഇതിൽ 2019 ഏറ്റവും അവസാനമായി നടന്നത്. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് കാണുന്നുണ്ടാവും, CAA എന്നുള്ള പേരിലല്ലേ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 എന്നുള്ള പേരിൽ നിങ്ങളിപ്പോൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. കുറച്ച് പ്രശ്നമായിരിക്കുകയാണ്, അതെന്തായാലും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ്, നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 6 തവണയാണ് ഭേദഗതി ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി ഓരോ ആർട്ടിക്കിളും എന്താണ് പറയുന്നത് എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം നമ്മളോട് ചോദിക്കാം. ഉദാഹരണമായിട്ട് ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് നോക്കി നോക്കാം എന്താണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്? സിറ്റിസൺഷിപ്പ് അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് സിറ്റിസൺഷിപ്പ് എന്നുള്ളതിനെ കുറിച്ചാണ് ആര് പറയുന്നത്? ആർട്ടിക്കിൾ 5 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 6 എന്താണ് പറയുന്നത്? സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൈൻ മൈഗ്രൻസ് പേഴ്സൺസ് ഹു ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ ആണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 7 എന്താണ് പറയുന്നത്? സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൈൻ മൈഗ്രൻസ് ടു പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാനിലേക്കുള്ള മൈഗ്രൻസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 7. ആൻഡ് ആർട്ടിക്കിൾ 8 എന്താണ് പറയുന്നത്? സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൈൻ പേഴ്സൺസ് ഹു ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ജനിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ലൈക്ക് ചിലപ്പോൾ NRIs ആവാം, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ്, അവരെക്കുറിച്ചാണ് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 8 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 9 എന്താണ് പറയുന്നത്? പീപ്പിൾ വോളണ്ടറിലി അക്വയറിംഗ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ കൺട്രി വിൽ നോട്ട് ബി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ജനിക്കുകയും പിന്നീട് പുറം രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികൾ, ലൈക്ക് സുന്ദർ പിച്ചൈ. ഇപ്പോൾ സുന്ദർ പിച്ചൈക്ക് ഇന്ത്യയിലേക്ക് വരാൻ വിസയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അദ്ദേഹത്തിന് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡറാണ്. ഓക്കെ, നമുക്ക് നോക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ, അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ജീവിക്കുകയും പിന്നീട് പുറം രാജ്യത്ത് സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ആർട്ടിക്കിൾ 10 എന്താണ് പറയുന്നത്? എനി പേഴ്സൺ ഹൂ ഈസ് കൺസിഡേർഡ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അണ്ടർ എനി ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് ഷാൾ കണ്ടിന്യൂ ടു ബി സിറ്റിസൺസ് ആൻഡ് വിൽ ആൾസോ സബ്ജക്ട് ടു എനി ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. അതായത് എന്താണ് ഇന്ത്യയിലെ സിറ്റിസൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ സിറ്റിസൺസ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന ഏതൊരു നിയമം എന്താണ് ആ വ്യക്തിക്ക് ബാധകമാണ്. ആൻഡ് ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നു പാർലമെൻറ്റ് ടു റെഗുലേറ്റ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ. അതായത് എന്താണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് 1955 പാർലമെൻറ്റ് ആദ്യമായിട്ട് എന്ത് പാസ്സാക്കിയത്? സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കിയത്. എന്താണ് സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പാർലമെൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അത് പറയുന്ന ആരാണ്? പാർലമെൻ്റ് ആണ്. അത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 11. ഇതെന്നാലും ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ് ഏതെന്ന് വിളിക്കുന്നത്? ആർട്ടിക്കിൾ 11 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ചില പ്രത്യേക അവകാശങ്ങൾ നമ്മൾ ആർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ? സിറ്റിസൺസിന് മാത്രമേ കൊടുക്കാറുള്ളൂ. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ അവകാശങ്ങളാണ് നമ്മൾ സിറ്റിസൺസിന് കൊടുക്കുന്നത്, അതായത് എക്സ്ക്ലൂസീവ്ലി സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിരിക്കുന്നത്. അതിൽ ഒന്നാം നോക്കാം, സെർട്ടൈൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. എന്താണ്? ചില പ്രത്യേക അവകാശങ്ങളാണ് അല്ലേ.
അതിൽ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 15? എന്താണ് പറയുന്നത്? റിലീജൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഈ 5 കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇതാണ് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 15 പറയുന്നത്. അത് ആർക്കാണ് കൊടുക്കാറ്? ഇന്ത്യൻ സിറ്റിസൺസിനാണ്. ആർട്ടിക്കിൾ 16 എന്താണ്? ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. അതായത് എന്താണ്? ഗവൺമെൻറ് ജോലികളിലെ അവസര സമത്വത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? 6 അവകാശങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 19 പറയുന്നത് അല്ലേ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീഡം ടു അസംബിൾ ഉണ്ട്. അങ്ങനെ 6 അവകാശങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. അത് ആർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ? സിറ്റിസൺസിന് മാത്രമേ കൊടുക്കാവുള്ളൂ. ആൻഡ് ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അല്ലേ? മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങളാണ് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30. അതും നമ്മൾ ആർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ? ഇന്ത്യയിലെ പൗരൻ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി എല്ലാ പൊളിറ്റിക്കൽ റൈറ്റ്സും ആർക്ക് മാത്രമേ കിട്ടൂ? സിറ്റിസൺസിന്. ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലീഗൽ അസംബ്ലി ആയിട്ടോ മത്സരിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പബ്ലിക് ഓഫീസ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഇത്തരം പോസ്റ്റുകൾ നമുക്ക് ആർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതായത് എന്താണ്? മൗലിക കർത്തവ്യങ്ങളാണ്. ഇതും ആര് ചെയ്യേണ്ട കാര്യങ്ങളാണ്? പൗരന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ആർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ? ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ? ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആർക്ക് മാത്രം കിട്ടുന്നതാണ്? സിറ്റിസൺസിന് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതുമായി ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നെന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 333 മുതൽ 337 വരെ, ആർട്ടിക്കിൾ 17 മുതൽ 20 വരെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. നമുക്കറിയാം ഇതിൽ കൃത്യമായ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇതിലേത് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദി റൈറ്റ് ഓഫ് സിറ്റിസൺ ഓഫ് സെർട്ടൈൻ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളാണ് അല്ലേ? അതായത് ഇന്ത്യയിൽ ജനിക്കുകയും പിന്നീട് പുറം രാജ്യത്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത്തരം ആർട്ടിക്കിൾസ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നോക്കി വെച്ചിരിക്കണം. കാരണം എന്താണ്? വരാൻ സാധ്യതയുള്ള മേഖലകളാണ്. നോക്കി ഇതിൽ ഏതാ പറഞ്ഞിരിക്കുന്നത്? സിറ്റിസൺഷിപ്പ് ഓഫ് സെർട്ടൈൻ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 8 പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആർട്ടിക്കിൾസ് ഒക്കെ കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷേ ഇത് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച് വെച്ചിരിക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി തന്നെ ക്വസ്റ്റ്യൻസ് വരും. സോ അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആർട്ടിക്കിൾ 8 ആയിരിക്കും ഏതിൻ്റെ ഉത്തരം എന്ന് വിളിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ആർട്ടിക്കിൾസ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ പവർ ടു റെഗുലേറ്റ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ? അതായത് എന്താണ്? സിറ്റിസൺഷിപ്പിൻ്റെ നിയമങ്ങളിൽ വ്യത്യാസം വരുത്താൻ അവകാശമുള്ളത് ആർക്ക് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? ദ യൂണിയൻ ക്യാബിനറ്റ്. ഓപ്ഷൻ ബി എന്താണ്? ദ പാർലമെൻറ്റ്. ഓപ്ഷൻ സി എന്താണ്? ദ സുപ്രീം കോർട്ട്. ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്? ദ ലോ കമ്മീഷൻ. നമുക്കറിയാം ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്. ദ പാർലമെൻറ്റിനാണ് എന്താണ്? പൂർണ്ണമായിട്ടും അവകാശമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പിൻ്റെ നിയമങ്ങളിൽ വ്യത്യാസം വരുത്താൻ അവകാശമുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിയല്ല, ആർക്കാണ് അവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? പാർലമെൻറ്റിനാണെന്നുള്ളത്. ചിലപ്പോൾ ഓപ്ഷനിൽ ലോക്സഭ, രാജ്യസഭ എന്നൊക്കെ തരും. ആർക്കാണ്? പാർലമെൻറ്റാണ്. ഇനി ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, സിറ്റിസൺഷിപ്പിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൽ ഏത് മെജോറിറ്റിയാണ് വേണ്ടതെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പാർലമെൻറ്റിൽ വേണ്ട മെജോറിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സിമ്പിൾ മെജോറിറ്റിയാണ്. ഏതാണ്? സിമ്പിൾ മെജോറിറ്റി. അപ്പോൾ ചോദിക്കും എന്താണ് ഈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ലോകസഭയിലും രാജ്യസഭയിലും ഈ ബില്ല് അവതരിപ്പിക്കാം. ലോകസഭയിലും രാജ്യസഭയിലും ഇത് പാസ്സാകണം.
പക്ഷേ ഞാനിവിടെ എക്സാമ്പിൾ ലോകസഭയാണ് എക്സാമ്പിൾ എടുക്കുന്നത്. എന്നതിൻ്റെ അർത്ഥം ഇത് ലോകസഭയിൽ മാത്രം പാസ്സായാൽ മതി എന്നല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ലോകസഭ എടുക്കുകയാണെങ്കിൽ ലോകസഭയിൽ 543 അംഗങ്ങളാണല്ലോ ഉള്ളത്. ഇനി 543 പേരും എപ്പോഴും വരണമെന്നൊന്നുമില്ല. ഈ 543 പേരിൽ ഒരു 143 പേര് ആബ്സെൻ്റ് ആണെന്ന് വയ്ക്കുക. ബാക്കി എത്ര പേരുണ്ട്? 400 പേരുണ്ട്. ഇനി 400 പേരിൽ 400 പേരും വോട്ട് ചെയ്യണം നിർബന്ധമില്ല. ഒരു 100 പേര് വോട്ട് ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക. ബാക്കി എത്ര പേരുണ്ട്? 300 പേര്. ഈ 300ൻ്റെ പകുതിയിലധികമാണ് ഇത് സിമ്പിൾ മെജോറിറ്റി. ഫോർ എക്സാമ്പിൾ 151. ഇത്രയും വോട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ബില്ല് എന്ത് ചെയ്യും? പാസ്സാവും. സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ മെജോറിറ്റി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷൻ എങ്ങനെയായിരിക്കും തരിക എക്സാമിന്? മോർ ദാൻ 50% ഓഫ് ദ present and voting. More than 50% of the present and voting ആണ് ഏതെന്ന് വിളിക്കുന്നത്? സിമ്പിൾ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് മെജോറിറ്റിയിലാണ് പാർലമെൻറ്റിന് നിയമങ്ങൾ വ്യത്യാസം വരുത്താൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മെജോറിറ്റിയിലാണിത്? സിമ്പിൾ മെജോറിറ്റിയിലാണ് എന്ത് ചെയ്യുക? പാർലമെൻറ്റിന് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക? നിയമങ്ങളിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ സിറ്റിസൺ ആസ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് സിറ്റിസൺസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനി പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തി. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? എനി പേഴ്സൺ ഹൂ സ്പെൻഡ്സ് മോർ ദാൻ 5 years ഇന്ത്യ. ഇന്ത്യയിൽ 5 വർഷത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ. ആൻഡ് ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? എനി പേഴ്സൺ ഹൂ ഈസ് ബോൺ ഇൻ ഇന്ത്യ ഓർ ഹെർ പാരൻസ് ആർ ബോൺ ഇൻ ഇന്ത്യ. ഒന്നെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച വ്യക്തി അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഇന്ത്യക്കാരായിരിക്കണം. ആൻഡ് ഓപ്ഷൻ ഡി, കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഡിഫൈൻ സിറ്റിസൺ. ഇതിലെ കൃത്യമായ ഉത്തരം നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സിറ്റിസണിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നില്ല. ആരാണ് സിറ്റിസൺസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പ് ആക്ട് 1955 എന്ത് ചെയ്യുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഡിഫൈൻ സിറ്റിസൺ എന്നുള്ളതാണ് ഏതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ എന്താണ് ആൻസർ എന്ന് വിളിക്കുന്നത്? ക്ലിയർ? നെക്സ്റ്റ് വൺ, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആക്സെപ്റ്റഡ് ബൈ ഡാഷ് കൺട്രി. ഈ തന്നിരിക്കുന്നതിൽ ഏത് രാജ്യത്താണ് സിറ്റിസൺഷിപ്പ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇന്ത്യ ഉണ്ട്, റഷ്യ ഉണ്ട്, USA ഉണ്ട്, ചൈന ഉണ്ട് അല്ലേ? ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA അതായത് ഞാനിപ്പോൾ അമേരിക്കയിലെ വാഷിങ്ടൺ DC എന്നുള്ള സംസ്ഥാനത്താണ് ജനിക്കുന്നതെങ്കിൽ എനിക്ക് ഒരേ സമയം 2 സിറ്റിസൺഷിപ്പ് കിട്ടും. ഒന്ന് സിറ്റിസൺ ഓഫ് വാഷിങ്ടൺ DC, ഒന്ന് സിറ്റിസൺ ഓഫ് USA. പക്ഷേ ഇന്ത്യയിൽ എനിക്കത് കിട്ടില്ല. ഇന്ത്യയിൽ എനിക്ക് ഏത് മാത്രമേ കിട്ടൂ? ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളത് മാത്രമേ എനിക്ക് കിട്ടൂ. അപ്പോൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആക്സെപ്റ്റ് ചെയ്ത കൺട്രി ഏതാണ്? അമേരിക്കയാണ്. കാരണം നമ്മൾ കടമെടുക്കുന്നത് UK നിന്നാണ്. ഓക്കെ, ഇന്ത്യ സിറ്റിസൺഷിപ്പ് എന്നുള്ള ആശയം കടമെടുക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? UK നിന്നാണ്. UK ഫോളോ ചെയ്യുന്നത് ഏതാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഓക്കെ, UK ഏത് ടൈപ്പ് സിറ്റിസൺഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്? സിംഗിൾ ടൈപ്പ് സിറ്റിസൺഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇന്ത്യയും ഏതാണ് ഫോളോ ചെയ്യുന്നത്? സിംഗിൾ ടൈപ്പ് സിറ്റിസൺഷിപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കാണുന്ന രാജ്യമാണ് ഏത് എന്ന് വിളിക്കുന്നത്? അമേരിക്ക എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും എവിടെ നിന്ന് ചോദിക്കാറുള്ളത്? സിറ്റിസൺഷിപ്പ് എന്നുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുള്ളത്? ചോദിക്കാറുള്ളത്. താങ്ക് യു.